നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന അനുസരിച്ച് ആശാ വർക്കർമാരുടെ ഓണറേറിയം സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആശാ വർക്കർമാരുടെ സമരം തീർക്കണമെന്ന് RJD യോഗത്തിൽ ആവശ്യപ്പെട്ടു. സമരം തീർക്കാൻ ഇടപെടൽ വേണമെന്ന് CPIയും നിലപാടെടുത്ത്. ഈ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വാർത്തകൾ വിശദമായി. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നയിക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിലെത്തി. തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് CPM കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സമയം അനുവദിച്ചതെന്ന് ദില്ലിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റെസിഡന്റ് കമ്മീഷണർ വഴി കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. കേന്ദ്ര ആരോഗ്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി അയച്ച കത്ത് മന്ത്രി പുറത്തുവിട്ടു. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർധനയാണ് കൂടിക്കാഴ്ചയിലെ ആദ്യ അജണ്ടയായി കത്തിൽ പറയുന്നത്. ആശാ വർക്കർമാർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് UDF നിയമസഭ ബഹിഷ്കരിച്ച് UDF MLA മാർക്കൊപ്പം നിരാഹാര സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ സമരപ്പന്തലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സമരം തീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നേടി നജീബ് കാന്തപുരം MLA. ആശാ വർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും സർക്കാർ ക്രൂശിക്കുകയാണെന്ന് നജീബ് കാന്തപുരം സഭയിൽ ആരോപിച്ചു. സമരം ചെയ്യുന്നവരെ സർക്കാർ ആട്ടിപ്പായിക്കുന്നുവെന്നും സ്ത്രീകളെന്ന പരിഗണന പോലും നൽകുന്നില്ലെന്നും വെയിലത്തും മഴയത്തും സമരം ചെയ്യുന്നവർക്ക് നീതിയില്ലെന്നും സർക്കാരിന് ഇപ്പോൾ എല്ലുമുറിയെ പണിയെടുക്കുന്നവർ വേണ്ട KV തോമസിനും PSC അംഗങ്ങൾക്കും കയ്യിൽ നോട്ടുകെട്ട് വെച്ചു കൊടുക്കുന്ന തിരക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്കണവാടി ആശാവർക്കർമാരുടെ സമരത്തിൽ ട്രേഡ് യൂണിയനുകൾ നിലപാടെടുക്കാത്ത എന്താണെന്നും UDF നേതാക്കളും BJP നേതാക്കളും ഒരേ സമരവേദിയിൽ വന്നാൽ അതിൻ്റെ രാഷ്ട്രീയം കേരളം തിരിച്ചറിയുമെന്നും മന്ത്രി P. രാജീവ്. ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ തിരിച്ചു ഉണ്ടാകുമെന്നും മറക്കരുതെന്നും സമരത്തോട് INTUC നിലപാട് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ഓണറേറിയം 21,000 ആക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നാണ് ആശാ വർക്കർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്ന MA ബിന്ദു S. മിനി. ഓണറേറിയം കൂട്ടാൻ കേന്ദ്രമന്ത്രിയുടെ അനുമതി ആവശ്യമില്ലെന്നും അതിനായി കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമില്ലെന്നും ഇൻസെന്റീവ് കൂട്ടാനാണ് മന്ത്രി പോയതെങ്കിൽ നല്ലതെന്നും അവർ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. DA 12% നിന്ന് 15%ആക്കിയാണ് വർദ്ധിപ്പിച്ചത്. വർധന ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും. DA കൂട്ടുമെന്ന് ബജറ്റിൽ നേരത്തെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. കണ്ണൂർ മാതമംഗലം കൈതപ്പുറം വായനശാലയ്ക്ക് സമയം പണി പൂർത്തിയാകാത്ത വീട്ടിൽ ഗൃഹനാഥൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ മാതമംഗലം പുനിയംകോട് സ്വദേശി KK രാധാകൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിൽ നിർമ്മാണ കരാറുകാരനായ പെരുമ്പടവ് സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട് നിർമ്മാണ കരാറിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥി സംഘടനയുടെ യോഗം വിളിച്ചു. ഈ മാസം 30-നാണ് യോഗം. വിദ്യാർത്ഥി സംഘടനയുടെയും സാംസ്കാരിക സംഘടനയുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സംരംഭങ്ങളുടെ എണ്ണത്തിൽ അത്ഭുതപൂർണ്ണമായ വർധനവാണ് ഉണ്ടായത്. ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകുന്ന ലോണുകളിലും 38% വർധനവുണ്ടായി. K-സ്റ്റോർ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പൊതുവിതരണ വകുപ്പുമായി ധാരണ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം ഹാർബർ, വിഴിഞ്ഞം തെക്ക് ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ എന്നിവിടങ്ങളിൽ വള്ളം കരയ്ക്കടുപ്പിക്കുന്നുള്ള സൗകര്യം മെച്ചപ്പെടുത്തി തീരം പുനഃസ്ഥാപിക്കാനായി 77 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിന് കൂടുതലായി ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള വില നിർണ്ണയ നടപടികൾ നടക്കുകയാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. രേഖകൾ പരിശോധിച്ച് നഷ്ടപരിഹാര തുക നിർണ്ണയിക്കുമെന്നും നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസം യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. ശശി തരൂരിനെയും മോദിയും പുകഴ്ത്തിയിട്ടെന്ന് ജോൺ ബ്രിട്ടാസ് MP. റഷ്യയെ ഉപരോധിക്കില്ലെന്ന് CPM മുമ്പ് പറഞ്ഞപ്പോൾ തരൂർ പരിഹസിച്ചാണെന്നും ഇപ്പോൾ തരൂർ നിലപാട് മാറ്റിയത് ആണ് തുറന്നു കാട്ടിയെന്നും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് മോദി തുടർന്നത് ശരിയായ നിലപാടായിരുന്നുവെന്നും പല തെറ്റ് ചെയ്യുമ്പോൾ മോദി ഒരു ശരി ചെയ്തുവെന്നും അമേരിക്കൻ വിധേയത്തിൻ്റെ കാര്യത്തിൽ BJPക്കും കോൺഗ്രസിനും ഒരേ നിലപാടെന്നും ബ്രിട്ടാസ് പറഞ്ഞു. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തീരദേശ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. അഞ്ചെങ്ങ് മുതൽ പെരുമാതുറ വരെയുള്ള എല്ലാ റോഡുകളും മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചു. ആംബുലൻസ് ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. സിനിമയിലെ ബാലതാരത്തിനെതിരെ അധിക്ഷേപകരമായി സംസാരിച്ചത് കാട്ടിയെടുത്ത പോക്സോ കേസ് റദ്ദാക്കണമെന്നാവശ്യമായി നടനും സംവിധാനമായ ശാന്തിവിള ദിനേശ് സുപ്രീം കോടതിയിൽ. ഒരു ഓൺലൈൻ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശന അടിസ്ഥാനത്തിലായിരുന്നു കേസ്. ശാന്തിവിള ദിനേശും ഓൺലൈൻ ചാനൽ ഉടമ സുനിൽ മാത്യുവും ചേർന്നാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ കൊണ്ടുവരുന്ന കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കി. വയോജന രംഗത്ത് LDF സർക്കാർ മുന്നോട്ട് വെച്ച സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു.
മുതിർന്ന പാർട്ടി നേതാവ് മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ കെ ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ശുപാർശ ചെയ്തു. CPI എക്സിക്യൂട്ടീവ് തീരുമാനം സംസ്ഥാന കൗൺസിലിനെ അറിയിക്കും. CPI നേതാവ് P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ പ്രസ്താവനയിലാണ് നടപടി. പാർട്ടി നടപടിയിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് കെ ഇസ്മായിലും പറഞ്ഞു. PV അൻവറിന് വിവരം ചോർത്തി നൽകിയ DSP MI ഷാജിയെ പോലീസ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതിന്റെ അന്വേഷണ വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തി നൽകിയെന്ന ഗുരുതര കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിർണായക തീരുമാനങ്ങളുമായി താമരശ്ശേരി പുതുപ്പാടിലെ 21 മഹല്ല് കമ്മിറ്റികളുടെ സംയുക്ത യോഗം. ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ വിഭാഗത്തിന് മഹല്ലുകൾ സഹകരിക്കില്ലെന്നും ലഹരി കുറ്റവാളികളെ മഹല്ലുകൾ ബഹിഷ്കരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. മാവേലിക്കരയിൽ സൂര്യാഘാതമേറ്റ് കർഷകൻ മരിച്ചു. തെക്കേക്കര വരണിക്കൽ വല്ലാറ്റ് വീട്ടിൽ പ്രഭാകരനാണ് മരിച്ചത്. കൃഷി നോക്കാനായി രാവിലെ 7 വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് വീട്ടുകാർ പറയുന്നു. രാത്രിയായിട്ടും കാണാതെ പാടശേഖരം നടത്തിയ പരിശോധനയിൽ പാടത്ത് വീണ നിലയിൽ കണ്ടെത്തി. പ്രഭാകരന്റെ സ്കൂട്ടർ മറിഞ്ഞ് ശരീരത്തിൽ വീണ നിലയിലായിരുന്നു. ശരീരമാസകലം പൊള്ളിയ പാടുകളും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടർന്ന് 8 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കോടതിയിലേക്ക് ആരോഗ്യത്തോടെ നടന്നുവരുന്ന ഉന്നതരായ പ്രതികൾ കോടതിയിലെത്തുമ്പോൾ കുഴഞ്ഞു വീഴുന്ന പതിവ് പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി. പാതിവില തട്ടിപ്പ് കേസിൽ സായി ഗ്രാൻഡ് ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിന്റെ ഹർജി പരിഗണിക്കുകയാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. പല കേസുകളും പരിഗണിച്ചാണ് ഈ നിരീക്ഷണം. കീഴ്ശ്ശേരിയിൽ മഞ്ചേരി റോഡിൽ ഗുഡ്സ് ഇടിച്ചായി തൊഴിലാളി മരിച്ച സംഭവം കൊലപാതകമെന്ന് സംശയം. ഇന്നലെ രാത്രി ഈസ സ്കൂളിന്റെ സമീപമായിരുന്നു സംഭവം. കേസിൽ ആസം സ്വദേശി ഗുൽസാൻ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാങ്ക് ജീവനക്കാരി ഭർത്താവ് ഓഫീസിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു. തളിപ്പറമ്പ് പൂവം SBI ശാഖയിലെ ജീവനക്കാരി അനുപമയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റ. ഭർത്താവ് അനൂപ് അറസ്റ്റിലായി. ബാങ്കിൽ കയറിയാണ് പ്രതി ഭാര്യയെ വെട്ടിയത്. ജനകീയം D ഹണ്ടിന്റെ ഭാഗമായി വാടനാപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി മറിച്ച സംഭവത്തിൽ 2 പേരെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. കേസിലെ മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1-ാം പ്രതി ഷെബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നീ 3 പേരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി പറഞ്ഞു. ആലുവയിൽ 13 വയസ്സുള്ള കുട്ടിയെ കാണാതായെന്ന് പരാതി. ആലുവ SNDP സ്കൂൾ വിദ്യാർത്ഥിയായ തായ് കാട്ടുകര കുന്നത്തേരി സ്വദേശി സാദത്തിന്റെ മകൻ അൽത്താഫ് അമീനെയാണ് കാണാതായ. സംഭവത്തിൽ ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ചൊവ്വാഴ്ച രാത്രി മുതലാണ് കുട്ടിയെ കാണാതായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് പണിമുടക്കിയിട്ട് മാസങ്ങളിലെന്ന് പരാതി. 2 കാത്ത് ലാബുകളിലെ മെഡിക്കൽ കോളേജിൽ ഒരെണ്ണം പ്രവർത്തനരഹിതമായിട്ട് 6 മാസമായിട്ട് അത് മാറ്റി സ്ഥാപിക്കുകയോ പുതിയത് വാങ്ങാനോ അധികൃതർ തയ്യാറാകില്ലെന്നാണ് പരാതി. കാസർഗോഡ് വയോധികയും ചെറിയ കുട്ടി അടങ്ങുന്ന കുടുംബത്തെ ഇറക്കിവിട്ട് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തു. കാസർഗോഡ് നീലേശ്വരം പരപ്പാച്ചിലെ ജാനകി, മകൻ വിജേഷ്, ഭാര്യ വിപിന ഇവരുടെ 7, 3 വയസ്സും 2 കുട്ടികളെ ഇറക്കിവിട്ടാണ് വീട് ജപ്തി ചെയ്തത്. വായ്പാ തിരിച്ചടവിന് 6 മാസങ്ങൾ സാവകാശം നൽകണമെന്നും 1 വർഷം കിട്ടിയാൽ മുഴുവൻ തുകയും തിരിച്ചടയ്ക്കാമെന്നും വിജേഷ് പറയുന്നു. മാരക മയക്കുമരുന്നുമായി MDMA 2 കാസർഗോഡ് സ്വദേശികളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ 2 വർഷത്തിലേറെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ടാക്സി ഡ്രൈവർ എറണാകുളം കുറുപ്പംപടിയിൽ പിടിയിലായി. കുട്ടികളുടെ അമ്മയുമായി ഉണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടികൾ. ഒരാൾ പീഡനപരം വിശദീകരിച്ച് സഹപാഠിയെ പെൺകുട്ടിക്ക് അയച്ച കത്താണ് കേസിൽ നിർണായകമായത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 20-കാരന്റെ മൃതദേഹം. നടപടിക്രമങ്ങൾ പാലിക്കാതെ സംസ്കരിക്കാൻ ശ്രമം. മണ്ണഞ്ചേരി സ്വദേശി അർജുന്റെ മൃതദേഹമാണ് വീട്ടുകാർ സംസ്കരിക്കാൻ ശ്രമിച്ചത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംസ്കാരം തടഞ്ഞു. യുവാവിന്റെ മരണകാരണം വ്യക്തമല്ല. യുവാവ് കിടപ്പൂറിയിലെ കട്ടിൽ മരിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് കുടുംബം പോലീസിനോട് പറഞ്ഞത്. ആദ്യമായി മയക്കുമരുന്ന് കേസിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ്. നാദാപുരം ചെക്കാടി സ്വദേശി നംഷിദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ ആളെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. തമിഴ്നാട് ഈ റോഡിൽ പട്ടാപ്പകൽ നടുറോഡിൽ കുപ്രസിദ്ധ ഗുണ്ടയെ വെട്ടിക്കൊന്നു. സേലം സ്വദേശി നിരവധി കൊലക്കേസിൽ പ്രതിയുമായ ജോൺ എന്ന ചാണക്യനെയാണ് 2 കാറുകളിലെത്തിയ 8-അംഗ സംഘം പട്ടാപ്പകൽ വെട്ടിക്കൊന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ അനന്തരന്മാർ പരസ്പരം വെടിവെച്ച് ഒരാൾ മരിച്ചു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ അടിസ്ഥാന ചെലവുകൾ വഹിക്കാനും പാടുപെടുന്ന സാഹചര്യത്തിലും രേവന്ത് റെഡ്ഡി സർക്കാർ സൗന്ദര്യ മത്സരത്തിന് ഭീമമായ തുക അനുവദിച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷം. അമേരിക്കയിൽ ഗവേഷകനായ ഇന്ത്യക്കാരനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്തു. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയ ബദർ ഖാൻ സുരിയെയാണ് വെർജിനിയയിൽ വീടിന് മുന്നിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.